എന്താണ് ഉമ്മ ഉണ്ടാക്കുന്നേ? ഇവിടെ ബിരിയാണിയൊക്കെയാണ് ഇന്ന്. കണ്ടോ, ബിരിയാണി അല്ല, ഫ്രൈഡ് റൈസ് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അതാണ് ഇന്ന്. നമ്മുടെ സലാഡിന് മുന്താസ് എല്ലാം ഇളക്കിക്കൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. വലിയ ഇളക്കലൊന്നും ഇളക്കില്ല, ചെറുതായിട്ടൊന്നും തൊട്ടത്. പിന്നെ ചോറിന് എല്ലാ സാധനങ്ങളും ഇങ്ങനെ സെറ്റ് ചെയ്യാനാക്കി വെച്ചിട്ടുണ്ട്. നമുക്കങ്ങനെ വീഡിയോയിലേക്ക് പോകാം. റൈസിനുള്ള അരി ഇങ്ങനെ കഴുകി ഇച്ചിരി കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ സലാഡിന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദാസ് എങ്ങനെയുണ്ട് സലാഡൊക്കെ? സലാഡ് നമ്മൾ ആക്കുക ആയില്ലേ? അതൊന്ന് ഇതൊക്കെ ഇനി ഒന്ന് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ എടുക്കുക. നോക്കട്ടെ, ഇളക്കി. ദാസ് ഭയങ്കര സലാഡ് മിക്സിങ് ആണ് കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെ പറയുന്നതെന്ന് അറിയത്തില്ല. നമ്മളിവിടെ സലാഡെന്ന് പറയും, ചിലർ വേറെ ഏതൊക്കെ ഒരു പറയല്ലേ. ഞങ്ങളൊക്കെ സാധാരണ ചോറ് കൂട്ടാൻ കൊട്ടയിൽ എടുത്തു. ആയില്ലേ? കുറച്ച് തൈര് കൂടെ ഇടാം അല്ലേ? നമ്മുടെ ചോറിന് അരി എടുത്തിടാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. ബാക്കിയെല്ലാം അതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ നാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ അരി ഇട്ട് അങ്ങനെ നമ്മുടെ ചോറിനെയൊക്കെ ഊറ്റി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. മുന്താസ് ഇവിടെ ഐസ്ക്രീം തിന്നുന്നത് കണ്ടോ. ഐസ്ക്രീമൊക്കെ മേടിച്ച് ഒരെണ്ണം അങ്ങനെ തിന്നുക. നീ ചോറ് ഐസ്ക്രീം കഴിച്ചത് കൊണ്ട് പറയുന്ന എല്ലാം തെറ്റുന്നുണ്ട് കേട്ടോ. നമ്മൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ അതങ്ങ് തെറ്റിപ്പോവാം. അവിടെ നമ്മുടെ ഫ്രൈഡ് റൈസ് നമ്മൾ സെറ്റ് ചെയ്യുകയാണ് കേട്ടോ. നല്ല രീതിക്ക് നല്ലതൊക്കെ. എങ്ങനെയുണ്ട് ആശു? സൂപ്പർ സൂപ്പറായിട്ടുണ്ടോ? റെഡിയാണല്ലോ കാണാനൊക്കെ? മണമുണ്ടോ? മണമുണ്ടോ? നല്ല മണമുണ്ട്. നല്ല ബിരിയാണിൻ്റെ മണം. നമ്മളിങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ. എല്ലാവരും പറ്റിച്ചൊക്കെ എടുക്കുമായിരിക്കും, പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് കണ്ടത്. ഊറ്റിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കും. എല്ലാവരും പെരുന്നാളൊക്കെ ആഘോഷിക്കുമായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ഈദ് ആശംസിക്കുന്നുണ്ട്. പിന്നെ ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും? കാപ്പൂടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ ഉച്ചയൂണിൻ്റെ തയ്യാറെടുപ്പിലാണ് ഇത് കേട്ടോ. രാവിലത്തെ കാപ്പിയൊക്കെ നമ്മുടെ കഴിഞ്ഞു. ഇനി നമ്മൾ ഉച്ചയൂണിനാണ്. ചോറ് കുറച്ച് താഴോട്ട് പോയി സെറ്റ് ചെയ്യണം. അതിന് പാത്രം വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടാകട്ടെ. അപ്പോഴും നെയ്യൊക്കെ ഒഴിച്ച് നമുക്ക് റെഡിയാക്കാം. ഇവിടെ ചോറിലിടാനുള്ള ഉള്ളിയൊക്കെ വഴറ്റുന്നതേ ഉള്ളൂ. കുറച്ച് വഴറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം സെറ്റപ്പ് ആക്കിക്കൊണ്ടേ ഇരിക്കുന്നു. അവിടെ പരിപ്പ് നല്ല വിളമ്പി കാണാം. ഇനി നമ്മളെല്ലാം റെഡിയാക്കി ഉണ്ണാൻ നേരം നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോഴേ ഇനി കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. നമ്മുടെ ഫൈനലി സെറ്റാക്കുകയാണ് എല്ലാം കേട്ടോ. നെയ്യ് നേരത്തെ ഒഴിച്ചു, അപ്പോഴത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എല്ലാം റെഡിയാക്കി നമ്മളൊന്ന് ഇവിടെ ബിരിയാണി അങ്ങനെ എല്ലാവരും ഒന്നും കഴിക്കില്ല കേട്ടോ. അന്നേരം നമ്മൾ ഫ്രൈഡ് റൈസ് കണക്ക് വെച്ചിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഫ്രൈഡ് റൈസ് ആക്കിയത്. എങ്കിലും നല്ല രീതിയിൽ തന്നെ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്.
ഇങ്ങനെ വെച്ചിരിക്കുന്നത് നമ്മൾ നെയ്യൊക്കെ അതിലേക്ക് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എല്ലാവരുടെയും നമ്മുടെ രീതി ഇങ്ങനെയൊക്കെയാണ്. എന്ത് കൊളവാക്കിയത് ചാമ്പലും തട്ടി വെച്ച് വേണ്ട, ഞാൻ കെട്ടിയേക്കുന്ന പോലെ കെട്ടത്. ഞാൻ ഇപ്പൊ ശരിയാക്കി കേട്ടോ. ഞങ്ങള് പ്രിയങ്കത്ത് എടുക്കാനും വന്നില്ല, തൊടാനും വന്നില്ല, വെച്ച് കുളമാക്കിട്ട് ഞങ്ങളെ പറയും. അപ്പം വേണ്ടി വന്നോ കാപ്പൊടിക്കാൻ വന്നു. നീ എന്തു ചെയ്യോ അവിടെ? എടി എന്തു ചെയ്യോ എടി? അവിടെ ഒരുങ്ങുവാള് ഇതെവിടെ പോവാൻ ഒരുങ്ങുന്നു വെച്ചിട്ടോ. ഭയങ്കര സെറ്റപ്പിൽ. ഹായ് പറഞ്ഞോളാ. ഹായ് ജാനി. ജാനി ഒരു ഡാൻസ് കളിച്ച. ജാനി ഡാൻസ്. അമ്മു ഇങ്ങോട്ട് നോക്ക്. ജാനി എന്തോ ജാനി. ജാനി ഒരു ഹായ്. ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞേ. ഓ അങ്ങനെ ഞങ്ങൾ ബീച്ചിലെല്ലാം പോയി. പിന്നെ തിരിച്ചു വന്ന് അങ്ങനെ ഇത്രയേ ഉള്ളൂ വീഡിയോ. ബീച്ചിലെ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇരുട്ടായിപ്പോയി നമ്മൾ ചെന്നപ്പോൾ. ഒരുപാട് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.